അപ്പൊ ഇന്ന് ഞങ്ങൾ എവിടെ പോവാണ്? പള്ളിപ്പെരുന്നാളിന് പോവുകയാണ്. അതെ, മാളൂട്ടി കൊറേ ദിവസമായി പറയുന്നു ഇവിടെ അടുത്ത് പള്ളിപ്പെരുന്നാൾ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ പടക്കം പൊട്ടുന്ന ഒച്ചയൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് അറിയാം എന്തോ സംഭവം ഉണ്ടെന്ന്. എന്റെ കുട്ടി വാശിയൊന്നും പിടിച്ചില്ല കേട്ടോ, പക്ഷെ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു എന്റെ കുട്ടീനെ അല്ലേ. അപ്പൊ ഞങ്ങൾ പള്ളിപ്പെരുന്നാളിന് പോവാ. എന്നിട്ടെന്താ അവിടെ കൊറേ കടകളൊക്കെ ഉണ്ട് എന്നാ പറഞ്ഞു. അന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വരും. കടകളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും മാളൂസിന്, എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നാണ് മൂവിക്കാക്ക് പറഞ്ഞത്. പക്ഷെ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ മോൻ. ഗായ്സ്, അപ്പം ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. കാരണം അവിടെ വണ്ടി നിർത്താൻ ചിലപ്പം എങ്ങനെയാണ് സൗകര്യം ഉണ്ടാവുമെന്ന് അറിയില്ല. പോവാം. എനിക്കും ബൈക്കാണ് ഇഷ്ടം. പക്ഷെ ചില സമയത്ത് നമുക്ക് കംഫർട്ടബിൾ കാറാണ്. ദാറ്റ്സ് വൈ നമ്മൾ കാർ എടുക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ പകലൊന്നും ബൈക്കിൽ പോകാൻ കഴിയില്ല, കരിഞ്ഞു പോകും. ട്രാഫിക്കിൽ നിർത്തേണ്ടി വരില്ലേ, അപ്പൊ നമ്മള് കുടുങ്ങും അല്ലേ. പക്ഷെ ബൈക്കാണെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തും. ആളുസിന് തീരെ ഇഷ്ടമല്ല കേട്ടോ കാറ്. അവൾക്ക് ബൈക്ക് ഓട്ടോറിക്ഷ. എനിക്കോ? എനിക്ക് ബൈക്ക്. മാളൂസിന് ഓട്ടോറിക്ഷ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുതിരവണ്ടി, കാളവണ്ടി ഇല്ലേ, പക്ഷെ അതില് കേറിയിട്ടില്ല ഇതുവരെ. അത് പറയും ഇങ്ങനെ തുറന്ന വണ്ടി ആയതുകൊണ്ട്. അല്ലെ മിനി കൂപ്പർ അല്ലേ, മിനി കൂപ്പർ തുറന്നു വരുന്ന റൂഫുള്ള ആ വണ്ടി ആയാലും മതി. അതെ, അതെനിക്ക്. എന്നാ പോവാ നമുക്ക്. അതെ, അപ്പൊ ഞങ്ങളങ്ങനെ പള്ളിപ്പെരുന്നാളിന് പോവാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കടകളൊക്കെ മുഴുവൻ ഉണ്ടാവും, ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും പോയി നോക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഫുൾ ഡെക്കറേഷൻസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ മാളൂട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടോ. അത് പറിച്ചെടുത്താലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളങ്ങനെ പോകുന്ന സമയത്ത് ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കടകളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കണ്ടിട്ട് മാളൂട്ടി പറഞ്ഞു നമുക്കിവിടെ കടയിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാം, പള്ളിപ്പെരുന്നാളിൻ്റെ കടകളൊക്കെ എത്തിയെന്ന്. പക്ഷേ അത് സാധാരണ നോർമൽ കടകളായിരുന്നു, സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അവൾ വിചാരിച്ചു അതാണ് പള്ളിപ്പെരുന്നാളിൻ്റെ കടകളെന്ന്. പക്ഷെ അതായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തിയപ്പോൾ അവൾക്ക് മനസ്സിലായി എന്താണ് കടകൾ, കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവൾ കുഞ്ഞായപ്പോൾ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വയനാട്ടിൽ നിന്ന്, പക്ഷെ അവൾക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇറങ്ങി അവിടെ ചെന്ന സമയത്ത് പള്ളീൻ്റെ അടുത്ത് ആ ഭാഗത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പാർക്കിംഗ് കുറച്ച് ദൂരെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളീൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല, അത്രയും തിരക്കുണ്ടായിരുന്നു. പിന്നെ പുറത്ത് കുറച്ച് ഫ്രീ ആയിരുന്നു. അപ്പോൾ കടകളൊക്കെ ജസ്റ്റ് നടന്നൊന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി. മാളൂട്ടി ഫസ്റ്റ് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ബേക്കറി ഐറ്റം കണ്ടപ്പോൾ കുറേ ആയത് അവൾ കഴിച്ചിട്ട്. അപ്പോൾ അത് കണ്ട സമയത്ത് അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോകുന്ന സമയത്ത് വാങ്ങിക്കുക, അത് കൈ പിടിച്ച് നടക്കണ്ടേന്ന് പറഞ്ഞിട്ട് അത് അവിടെ തന്നെ വെച്ചു. പക്ഷെ പോകുമ്പോൾ എന്തായാലും അവൾക്ക് വാങ്ങിക്കൊടുക്കണം. പിന്നെ ടോയ്സിൻ്റെ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ടോയ്സ് ഒരുപാട് വാങ്ങിക്കേണ്ട, കാരണം വീട്ടിൽ ഒരുപാടുണ്ട്. അപ്പോൾ അത് നമ്മൾ വെറുതെ വാങ്ങിക്കേണ്ട, അതുകൊണ്ട് ടോയ്സിന് പറയരുത്. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മാളൂട്ടിക്ക് ഇല്ലാത്തതാണെങ്കിൽ അത് നമുക്ക് വാങ്ങിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ വാശിയൊന്നും പിടിച്ചില്ല കേട്ടോ. പിന്നെ പള്ളിപ്പെരുന്നാളിന് മെയിൻ അല്ലേ ഫാൻസി ഐറ്റംസ്, അതുകൊണ്ട് നല്ല രസമുള്ളൊരു വള കണ്ടപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ അങ്ങനെ ഒന്നും സ്പെഷ്യലായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ മാളൂട്ടിക്ക് വേണ്ടിയിട്ട് ആ ഒരു ബേക്കറി ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ. പിന്നെ കരുതി എന്തായാലും പള്ളിപ്പെരുന്നാളിന് വന്നതല്ലേ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി ഞങ്ങൾ കുറച്ച് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ബുക്ക് കണ്ടത്. പക്ഷേ അതിനേക്കാൾ അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം അവൾ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു മാജിക് ബുക്കാണ്, നമ്മൾ വാട്ടറൊക്കെ വെച്ചിട്ട് കളർ ചെയ്യുന്ന പോലൊരു സംഭവമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ വീട്ടിൽ പോയിട്ട് ഇനി നമുക്ക് ചെയ്ത് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അത് വാങ്ങി, അവൾ ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിന്നെ കുറേ എണ്ണക്കടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ ഒരു ബേക്കറി ഐറ്റം മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പള്ളിപ്പെരുന്നാളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിന്നെ നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞങ്ങളങ്ങനെ പള്ളിപ്പെരുന്നാളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ മാളൂസിനാണെങ്കിൽ ഇതെന്താണ് സംഭവം എന്ന് നമ്മൾ പൊട്ടിച്ച് നോക്കാഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര ഒരു ഇടങ്ങേറായിട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് നോക്കാം. ഇതെന്തത്? ഓക്കെ, ഇതിങ്ങനെ കളർ ചെയ്യുന്ന സംഭവമായിട്ടുണ്ട്. ഇതിന്റെ പേന എവിടെ? ഇതിന്റെ പേന എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ടാണോ അതോ ഇതിന്റെ ഉള്ളിൽ വെള്ളം ഒഴിക്കണോ? ഇതിന്റെ ഉള്ളിൽ വെള്ളം ഒഴിക്കണം. എന്നിട്ട് അങ്ങനെ കളർ കൊടുക്കുമ്പോൾ നോക്കിക്കാം. അതിന്റെ ഉള്ളിൽ വാട്ടർ ആക്കാന്ന് തോന്നുന്നു. എന്നിട്ട് എവിടെ കളർ തന്നെ? നോക്ക്, ഇവിടെ പിങ്ക്. നേരെ പിടിച്ച് തിരിച്ചിരിക്കുക, പിന്നെ ടൈറ്റ് ആവുമോ? നമുക്ക്
ഒരു പിക്ചറിന് കളർ കൊടുത്ത് നോക്കാം. ഇതിപ്പോ ഇങ്ങനെയല്ലേ, ഇതിന്റെ ഉള്ളിൽ വെള്ളാക്കി കേട്ടോ. അപ്പൊ നമ്മള് ഇങ്ങനെ കൊടുക്കുമ്പോ വാവ്, ഇതൊക്കെ വാവ് മാലു, ഇത് ഭയങ്കര വെറൈറ്റി അല്ലേ. വാവ് നോക്ക്, മാജിക് ബുക്ക് തന്നെ. നമ്മള് പഠിക്കുമ്പോ മാജിക് സ്ലേറ്റ് ആയിരുന്നു. അല്ല, പഠിക്കുമ്പോ പള്ളിപ്പെരുന്നാളിന് മുമ്പ് പണ്ട്. വാവ്, ഇതൊക്കെ കളർഫുൾ പിക്ചറായി. ഫൈനലി സൂപ്പർ. ഇത് ഫസ്റ്റ് എങ്ങനെയായിരുന്നു ഓർമ്മയില്ല. ഇപ്പൊ നോക്ക്, ഇതേപോലെ ഒരു പിക്ചർ ആയിരുന്നു, കളർഫുൾ പിക്ചർ. പറ അങ്ങോട്ട് നോക്കിട്ട്. ഇതിൽ നമ്മൾ ഓരോ കളർ എടുത്ത് അടിക്കണമെന്നൊന്നുമില്ല അല്ലേ. ഒരു കളർ മതി, നമുക്ക് ഇഷ്ടപ്പെടാതെ ആ കളർ തന്നെ, ഏറ്റവും രസമുള്ള കളർ തന്നെ നമുക്ക് ചെയ്യാം. വെള്ളം ഉള്ളിടത്തോളം കാലം നമുക്ക് കളർ അടിക്കാം. വെള്ളമുള്ള അത്രയും കാലം നമുക്ക് കളർ അടിക്കാം. കാരണം മാഞ്ഞും പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. അതാണ് ഞാൻ പറഞ്ഞ വെറൈറ്റി എന്തെങ്കിലും വാങ്ങാന്ന്. നീ വാങ്ങിയ സാധനങ്ങൾ തന്നെ പിന്നെ വാങ്ങാൻ പോയാ. മാളൂസ് ഇവിടുന്ന് കളർ അടിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെ മാഞ്ഞിട്ടുണ്ടാവും. അപ്പൊ സ്പീഡിൽ ഇതാക്കണോ? അതിനങ്ങനെ നല്ല ഒരു ഐഡിയ ഉണ്ട്. വെള്ളം എടുത്തിട്ട് ഒഴിച്ചാൽ ശരിയാവോ? അതൊരു സംഭവമാണ്. കുറച്ച് വെള്ളാക്കി വെച്ചോട്ടെ, കുറച്ച് അങ്ങോട്ടാക്കി എല്ലായിടത്തേക്കും. എന്റെ ബുദ്ധി കണ്ട നീ. ഇതോ ആവശ്യമില്ല, ബുദ്ധി വേണം, ബുദ്ധി. എല്ലാരും കൂടെ കുഴപ്പമില്ല, കണ്ടോ കയ്യിലൊന്നും ആവില്ല, സ്പീഡായി. പക്ഷെ ബുക്ക് കുതിർന്നു പോകും കൊറേ ഇങ്ങനെ കളിച്ച. വെള്ളം നനഞ്ഞാൽ കുഴപ്പമില്ലാത്ത സംഭവം. അത് മാഞ്ഞു തുടങ്ങി. നമുക്ക് അസ ബേബി വരുമ്പോ ഇങ്ങനെ മാജിക് കാണിക്കാം, മാഞ്ഞു പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പോകും, പോവല് പോവും, ഉണങ്ങുമ്പോ പോവും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.